ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ജീവിതത്തിൽ സ്വർഗം സ്വന്തമാക്കാൻ നാം ഒരു ഗോവണി കയറേണ്ടതുണ്ട്. മനോഹരമായ ഈ ഗ്രന്ഥം അതിന് നമ്മെ ഏറെ സഹായിക്കുന്നതാണ്. വിശുദ്ധ ജോൺ ക്ലിമാക്കോസ് എഴുതിയ ദിവ്യാരോഹണത്തിൻ്റെ ഗോവണി, ദ ലാഡർ ഓഫ് ഡിവൈൻ അസെൻറ്റ്. ഈ മനോഹരമായ പുസ്തകത്തിന് 2 വോളിയമുണ്ട്. നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നാം കടന്നു പോകേണ്ട പടികളെ, പ്രത്യേകിച്ച് 30 പടികളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഓരോ പടികളിലും നാം പലവിധ ദുർവികാരങ്ങളെ ഇല്ലാതാക്കി ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് വിശുദ്ധിയിലേക്ക് കൂടുതൽ വളരേണ്ടത് എങ്ങനെയെന്ന് മനോഹരമായ ഉദാഹരണങ്ങളിലൂടെയാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തു തന്നെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സ്വന്തം പാപങ്ങളുടെ ഭാരം നീക്കാൻ ലോകത്തിൽ നിന്ന് പിൻവാങ്ങിയ മനുഷ്യർ നഗരത്തിന് പുറത്തുള്ള ശവകുടീരങ്ങൾക്ക് മുൻപിലിരുന്ന് വിലപിക്കുന്നവരെ അനുകരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇത് സുവിശേഷത്തിലെ ലാസറിൻ്റെ കല്ലറയുടെ മുൻപിലിരുന്ന് വിലപിക്കുന്ന സഹോദരിമാരെ എടുത്തു വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വ്യാഖ്യാനത്തെ ആത്മീയ ജീവിത വളർച്ചയുടെ ഭാഗമാക്കി അവതരിപ്പിക്കുന്നത്. അതെ, യഥാർത്ഥത്തിൽ സ്വന്തം ജീവിത ഭാരങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ജീവിത വഴികളൊക്കെ ഉപേക്ഷിച്ച മനുഷ്യർ ഈ പുറത്തുള്ള ശവകുടീരങ്ങൾക്ക് മുമ്പിലിരുന്ന് വിലപിക്കണം എന്ന് പറഞ്ഞാൽ പുതിയൊരു വ്യക്തി നമ്മിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ, പുതിയൊരു വ്യക്തിയെ ദൈവം നമ്മുടെ മുൻപിൽ വന്നു നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ നാം വിലാപത്തോടെ കാത്തിരിക്കണം. പിന്നീട് ഈ വിലാപത്തെക്കുറിച്ച് പറയുന്നത് ഒരു പശ്ചാത്താപത്തിൻ്റെ വിലാപമായിട്ടാണ്. എങ്ങനെയാണ് ഒരാത്മാവ് തൻ്റെ പാപങ്ങളെക്കുറിച്ച്, തൻ്റെ തെറ്റായ ജീവിത രീതികളെക്കുറിച്ചൊക്കെ അനുതപിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതെന്ന് മനോഹരമായി ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുകയാണ്. ലാളിത്യവും ആഴമേറിയ ശാന്തതയും സ്ഥിരോത്സാഹവും വഴി മനസ്സിനെ ശുദ്ധതയുടെ സ്നേഹിയും ജാഗരൂകനുമാക്കുന്നതുവരെ നാം കഠിനാധ്വാനം തുടരണം. ഇത് യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ എഴുതിയ പുസ്തകമായതുകൊണ്ട് തന്നെ ആശ്രമ ജീവിത രീതികളിൽ ഉണ്ടായിരുന്ന പല ഉദാഹരണങ്ങളും ആശ്രമങ്ങളിൽ നടന്ന പല സംഭവങ്ങളും ഇത് വളരെ വ്യക്തമായി കോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പുസ്തകത്തിനുള്ളത്, ഇതിൻ്റെ ഒരു ഭാഗത്ത് മലയാളം വ്യാഖ്യാനം നൽകുമ്പോൾ അതിൻ്റെ ഇടതുവശത്ത് അടുത്ത പേജിൽ അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാത്രം മനസ്സിലാകുന്നവർക്കും മലയാളം മനസ്സിലാകുന്നവർക്കും ഒക്കെ ഒരേപോലെ വായിക്കാവുന്ന മനോഹരമായൊരു ഗ്രന്ഥമാണിത്. മാത്രമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ ഓരോ പടികളാണ് ഓരോ അധ്യായത്തിലുള്ളത്. അതുകൊണ്ട് ഒരു അധ്യായം നമുക്ക് വായിച്ച് ധ്യാനിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ ആ ദുസ്വഭാവത്തെയൊക്കെ ഒന്ന് മാറ്റി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത അധ്യായം വായിച്ച് ഒരുങ്ങാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇതൊരു വായനയ്ക്കുള്ള പുസ്തകമല്ല, നമുക്ക് ധ്യാനിക്കാനും ജീവിക്കാനുമുള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു പുസ്തകത്തിൻ്റെ കോപ്പി ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ സ്വന്തമായിട്ടുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഓരോ വാചകങ്ങളും ഞാൻ മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അവർ അദൃശ്യരാണെങ്കിലും, അതായത് നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ശത്രു അവൻ അദൃശ്യനാണെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ ഓരോ ചലനവും സൂക്ഷിച്ച് വീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാം എത്ര ജാഗരൂകതയോടെ വേണം ആത്മീയ വഴിയിൽ വ്യാപരിക്കേണ്ടത്. പിശാച് ഏതു നിമിഷവും ഒരാത്മാവിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ആലോചിച്ച് പിന്നാലെ നടക്കുമ്പോൾ ഈ പ്രലോഭനങ്ങൾ ദൈവം തരുന്നതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ധൈര്യവാന്മാരായ ആത്മാക്കൾക്ക് ദൈവം ആരംഭത്തിൽ തന്നെ സംഘട്ടനങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കുന്നു. കാരണം അത് അവരെ എത്രയും വേഗം കിരീടമണിയിക്കുന്നു എന്ന് അവിടുത്തേക്കറിയാം. സ്വർഗീയ കിരീടം നൽകാൻ ദൈവം നമ്മെ പ്രലോഭനങ്ങളിലൂടെ പലവിധ സഹനങ്ങളിലൂടെയൊക്കെ കടത്തിവിടുമെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തെ നമുക്ക് വളരെ വ്യക്തമായി വിലയിരുത്താനാവും. അങ്ങനെ ഈ ഗ്രന്ഥം ഒരു ആത്മീയ ഗ്രന്ഥമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.